ഭാഷയെ അടിസ്ഥാനമാക്കി രൂപം കൊണ്ട നമ്മുടെ പ്രിയ കേരളത്തിൻ്റെ പിറവി ദിനമാണ് നാം ആഘോഷിക്കുന്നത്. ആ ദിനം മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ ഈ നീണ്ട യാത്രയിൽ അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും കഥയാണ് നമുക്ക് പറയാനുള്ളത്, അല്ലേ? കേരളം ലോകത്തിൻ്റെ മുമ്പിൽ നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും സാമൂഹിക നീതിയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ വനിതാ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിലായാലും മുൻനിരയിലാണ് ഇന്ന് നിൽക്കുന്നത്. ഇതെല്ലാം നമുക്ക് സാധ്യമായിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിലെയും കൂട്ടായ പ്രവർത്തനത്തിലെയും അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികളായ വ്യക്തികളുടെ ദീർഘവീക്ഷണത്തിൻ്റെയും എല്ലാം പരിണിത ഫലമാണ്. ഇന്നത്തെ മഹാജൂബിലി ലീഡായ നമ്മുടെ മഹാജൂബിലി ട്രെയിനിങ് കോളേജ് പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ എല്ലാം ആത്മാവിലൂടെ ആ സാംസ്കാരിക മൂല്യം നിലനിർത്തിക്കൊണ്ട് പൈതൃകം കാത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഓരോ വ്യക്തികളെയും നമ്മൾ ഓരോരുത്തരെയും പാകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ വളരുന്ന ഓരോ വിദ്യാർത്ഥിയും നാളത്തെ അധ്യാപകരാണ്. നാളത്തെ സമൂഹത്തെ പ്രചോദിപ്പിക്കാനായിട്ടും നാളത്തെ സമൂഹത്തെ വാർത്തെടുക്കുവാനായിട്ടും കഴിയുന്ന അത്രയും മേന്മയേറിയ കഴിവുകളുള്ള അധ്യാപകരായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ കേരള പിറവി ദിനം നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് സമത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ശാന്തിയുടെയും സമന്വയത്തെയാണ്. അതുകൊണ്ട് നമ്മൾ മലയാളികളെല്ലാം അഭിമാനത്തോടെ ഒത്തൊരുമയോടെ എപ്പോഴും പറയുന്ന വാക്കുകളാണ് എൻ്റെ ഭാഷ, എൻ്റെ മണ്ണ്, എൻ്റെ സംസ്കാരം എന്നത്. ഈ ഒരു തിരിച്ചറിവ് ഇന്നത്തെ തലമുറയായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഇതെല്ലാം കാത്തു പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മുടെ പാരമ്പര്യത്തെ സംരക്ഷിക്കുക എന്നത് നമ്മൾ ഓരോ കേരളീയരുടെയും ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം നാളത്തെ അധ്യാപകരായ നമ്മളിലൂടെ നല്ല രീതിയിൽ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഏവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു കേരള പിറവി ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും നമുക്ക് പ്രചോദനവുമായ നമ്മൾ ആശംസാ പ്രസംഗം നേർന്ന ആൻ ജോർജ് മിസ്സിനെ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിന് പ്രിയപ്പെട്ട ഫാദർ ചാക്കോച്ചിനെ ക്ഷണിക്കുന്നു. മനസ്സ് എന്നാവട്ടെ. ഈ ഒരു സൈഡിൽ കയറിയിരുന്ന വളരെ വൈകുന്നേരമായിരുന്നു. ആ സൈഡിലൊക്കെ കയറി കഴിഞ്ഞിട്ട് പ്രോഗ്രാമിൽ പോയിരുന്നു. നമ്മൾ ആകെ 50 കുട്ടികളുള്ളൂ. കുറേ പേര് പുറത്ത് പോയി ശരിയാക്കും. ഇവിടെ ഒന്ന് ഇരിക്കുക. ഇവിടെ നിന്ന് പ്രോഗ്രാമിൽ വരുന്ന സ്റ്റേജിലാണ് മനസ്സിലായി. ഇവിടെ വന്നിരിക്കും. നമുക്ക് ആകെ 50 പേര് കുറേ പേര് പോയി കഴിഞ്ഞാൽ സൃഷ്ടിക്കായി വന്നിട്ട് നമുക്ക് പോകാം. നമ്മൾ ഏതൊരു പ്രോഗ്രാം നമ്മൾ കുറച്ച് പേരുടെ 50 പേരുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു വിധത്തിൽ ഒരുക്കാനും കൂടുതൽ നേരത്തെ കൊണ്ട് ഒരുക്കുക ഇവിടെ വന്നിരിക്കുന്നത് എപ്പോഴും ഏത് പ്രോഗ്രാമിലും വേണ്ട ഒരു കാര്യമാണ്. നേരത്തെ കൂടി ഒരുങ്ങിയിരിക്കുക. നേരത്തെ വരിക നമ്മുടെ കഴിയാൻ വേണ്ടി നിൽക്കണ്ട. നമുക്കറിയാം അടുത്ത പ്രോഗ്രാം ഇന്നതാണ്. അപ്പോൾ നേരത്തെ വന്ന് വേഗം ഒരുങ്ങി ഇവിടെ സംരക്ഷിക്കുക. പിന്നെ ഡെയിലി പ്രോഗ്രാമിൻ്റെ ഡെയിലി ഒരാളും ഒരുങ്ങാൻ ഇടവരുത്തരുത്. എല്ലാവരും ഇവിടെ വന്നിരിക്കും. അതെ അല്ലേ? അത് നല്ലതെന്ന് കയറി നോക്കാമോ? എന്നാണ് നല്ലതെന്നുള്ളത്. ഓക്കെ, അതെ അങ്ങനെ കണ്ടു. ഓക്കെ, ഏതായാലും ഈ മുതലിൽ ശ്രദ്ധിക്കാം. കയറിയിരിക്കുക എല്ലാവരും. അപ്പോൾ അതിനൊരു ഭംഗിയുണ്ടാകും പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ.
അതിനൊരു വൃത്തി ഉണ്ടാവും, കാര്യങ്ങൾക്കൊക്കെ ഭംഗി. എല്ലാവരും കൃത്യമായിട്ട് എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ നന്നാണ്. എല്ലാ സീറ്റുകളും കൃത്യമായിട്ട് ഫില്ലായി കഴിഞ്ഞാൽ നന്നാണ്. ഏത് പരിപാടി തന്നെയാണ് അവിടെ ഇവിടെയും ഇങ്ങനെ കൃത്യം പോലെ കിടക്കുന്ന സംവിധാനം എവിടെയും ഉണ്ടാവും. എല്ലാം ഫില്ലായി കഴിഞ്ഞാൽ നന്നാണ്. എല്ലാ സീറ്റുകളും ഫില്ലായ നന്നാണ്. വേദിയിലിരിക്കുന്നവരെ പ്രിയപ്പെട്ട കേരളത്തെക്കുറിച്ച്, കേരളത്തിൽ ജനിച്ചിട്ടുള്ളവർ കൈകൊള്ളാം. കേരളത്തിൽ ജനിച്ചിട്ടുള്ളവർ, കേരളത്തിന് പുറത്ത് ജനിച്ചിട്ടുള്ളവർ കൈകൊള്ളാം. എവിടെയായിരുന്നു? അമേരിക്ക, തമിഴ്നാട്, എവിടെയായിരുന്നു? കർണാടക, തമിഴ്നാട്. 3 പേര് മൂന്ന് പേര് തമിഴ്നാടും ഒരാൾ കർണാടക. അപ്പൊ മലയാളികൾ ജനിച്ചത് അവിടെയാണ്. ജനനം കൊണ്ട് വേറെ സ്ഥലത്താണെങ്കിലും മനസ്സുകൊണ്ട് എന്ത് ചെയ്യുന്നു? കേരളത്തിൽ. ഈ കേരളത്തിൽ ജനിക്കുകയും വേറെ സ്ഥലത്തായിരിക്കുന്നവരുണ്ടോ? ഉണ്ടോ? ഉണ്ടാവാലോ. എന്തായാലും നമ്മളായിരിക്കുന്ന നമ്മുടെ നാടിനെ കുറിച്ച് ക്രിസ്തു പറഞ്ഞതുപോലെ അഭിമാനപൂരിതമാകണം. നമ്മളിന്ന് പ്രസിദ്ധനായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിദിനം ഓർക്കുന്ന ദിവസമാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയുടെ സമയത്താണ് ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് പോയി. ബഹിരാകാശത്ത് നിന്നുകൊണ്ട് ഇന്ദിരാഗാന്ധിയായിട്ട് സംസാരിച്ചു. ഇന്ദിരാഗാന്ധി ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ ഇന്ത്യയെ കാണാനായിട്ട്? അപ്പോൾ എന്താണ് രാകേഷ് ശർമ്മ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്ന് പറയണോ? എന്താണ് ഇന്ദിരാഗാന്ധി ചോദിച്ചപ്പോൾ രാകേഷ് ശർമ്മ പറഞ്ഞതെന്താ? ആർക്കെങ്കിലും പറയാൻ അറിയോ? എന്താ പറഞ്ഞ? ടീച്ചേഴ്സിന് അറിയോ? ഇതിനെ പറയാൻ ശ്രമിക്കും. നന്നായിരിക്കുന്നു. അതാണ് നല്ല പച്ചപ്പുള്ള സ്ഥലമാണെന്ന് പറഞ്ഞത്. അത് ശരിയാണ്. എന്തായിരിക്കും രാകേഷ് പറഞ്ഞത്? ഭൂമി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇന്ത്യയെ കുറിച്ചാണ് ചോദിച്ചത്. ഭൂമിയൊക്കെ നന്നായിരുന്നു പറഞ്ഞു. ഇന്ത്യ എങ്ങനെയുണ്ട്? ഇപ്പോൾ രാകേഷ് പറഞ്ഞിട്ടാണ് സാരേ ജഹാംസെ അച്ഛ. അതാണ് ഒരു ഗാനമായിട്ട് പറഞ്ഞത്. സാരേ ജഹാംസെ അച്ഛ. എല്ലാ നാടുകളിൽ നിന്നും ഏറ്റവും മനോഹരമായിട്ടുള്ള നാടാണ് എന്ന് പറയാൻ കാരണമായിട്ട്. അതുകൊണ്ട് നമുക്ക് തോന്നുന്നു കേരളത്തെക്കുറിച്ച് ഈ അടുത്ത് ശുക്ലോടും പ്രധാനമന്ത്രി സംസാരിച്ചത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോഴും വളരെ മനോഹരമായ നാട്. അപ്പോൾ സാരേ ജഹാംസെ അച്ഛ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നാട് കേരളമാണ്. ആണോ? കേരളമാണ്. അതിനൊരു കയ്യിൽ കേരളത്തിൽ നമ്മളായിരിക്കുന്ന നാടിനെ വളർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇന്ത്യയിലെ ഒത്തിരി അധികം സ്ഥലങ്ങളിലേക്കും രാഷ്ട്രങ്ങളിലേക്കും ഒത്തിരിയധികം മേഖലകളിലും സംഭാവന ചെയ്യാനായിട്ട് കേരളീയർക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കുറവുകളെയും പോരായ്മകളെയും കുറിച്ചല്ല ആദ്യം പറയുന്നത്, നമ്മുടെ നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. കേരളത്തിനെ കുറിച്ച് നേട്ടങ്ങൾ പറയാൻ പറ്റുമോ? കേരളത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൻ്റെ നേട്ടങ്ങൾ എനിക്കിത് പറയുന്നില്ല. എല്ലാവരും ചിന്തിക്കുക. എല്ലാവരും ചിന്തിക്കുക. വിദ്യാഭ്യാസ മേഖല ഏറ്റവും ടോപ്പ് നോക്കുന്ന കേരളമാണ്. സാംസ്കാരിക നഗരമാണ് തൃശ്ശൂർ. കേരളത്തെ മൊത്തത്തിൽ ആഘോഷങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് സംഭാവനകൾ നൽകിയതാണ്
ഗോഡ്സ് ഓൺ കൺട്രിയുടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്നത് ആരോഗ്യം സ്ട്രോങ് ആയിട്ടുള്ളവരാണ്. എൻസയെ പോലെ ആരോഗ്യമുള്ളവരാണ് കേരളത്തിലുള്ള എല്ലാവരും. പച്ചപ്പ് നിങ്ങൾ പുറത്തു പോയി അറിയാം. ഫ്ലൈറ്റിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ചില രാജ്യങ്ങളിൽ നമുക്ക് ഒന്നുമില്ല, ബിൽഡിങ്സ് മാത്രം. നെടുമ്പാശ്ശേരി ഇറങ്ങുമ്പോൾ കേട്ടിരിക്കുമ്പോൾ മനോഹരമായിട്ട് ഏഷ്യൻ ഗെയിംസ് ഒക്കെ എവിടെയില്ല സംഭാവനകൾ ചെയ്തൊരു സ്ഥലമാണ്. ടൂറിസം ഡെവലപ്പ് ചെയ്തതാണ്. കലകളുടെ നാടാണ് വർഷിക്കുന്നത്. കേരളത്തിലെ പോലെയുള്ള വലിയ വ്യക്തിത്വങ്ങളെ ഡെവലപ്പ് ചെയ്ത രാജ്യമാണ് കേരളം. 100% ലിറ്ററസി ഉള്ള സംസ്ഥാനം നമ്മുടെയാണ്, ബാക്കി സംസ്ഥാനത്തിലില്ല. നദികളൊക്കെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉണ്ട്. സംഭാവനകളെ കുറിച്ച് ഒത്തൊരുമയുള്ള നാടാണ്. കാര്യങ്ങൾ ഇതിൽ പെടാത്ത കാര്യങ്ങളുണ്ട്. ബോയ്സ് അജിത്ത് പത്മനാഭസ്വാമി സ്വാമി ക്ഷേത്രം സംഭാവന. ഫസ്റ്റ് സോളാർ പവേർഡ് എയർപോർട്ട്, നമ്മുടെ പവേർഡ് എയർപോർട്ട് സിയാലി. ഇന്ത്യയുടെ ബഹിരാകാശ സംഭവം സ്റ്റാർട്ടിങ് തുടങ്ങിയത് എയർ കണ്ടീഷൻ സ്കൂളിലൊക്കെ എയർ കണ്ടീഷൻ മലപ്പുറത്ത് പുതിയ എയർ കണ്ടീഷൻ സ്കൂളുകൾ ആരംഭിച്ചത് കേരളത്തിലാണ്. കേരളത്തിലെ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരിയുണ്ട്. നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത് കുറവുകളെ കുറിച്ചാണ് നമ്മൾ അറിയാതെ സംസാരിക്കുന്നത്. അവിടെ റോഡ് ശരിയല്ല, അവിടെ റോഡ് പോയപ്പോൾ അതിലേക്ക് വീണു, അവിടെ മരിച്ചു. ഈ വെസ്റ്റേണേഴ്സിന് പ്രധാനപ്പെട്ട ഗുണം എന്താണെന്നറിയാം, അവര് അവരൊരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അതിലൂടെ വ്യക്തിക്കുന്നു. നെഗറ്റീവായ കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്യുക. അത് വലിയൊരു അപകടം ഉണ്ടായിരുന്നേരെ അത് അപകടത്തിന്റെ രക്തം വീണ്ടും അതൊന്നും അവർ കാണിക്കുക. മനസ്സിലായോ? അതിന് ഇത്ര പേരെ മരിച്ചു മാത്രമേ നമ്മൾ കാണുള്ളൂ. വേൾഡ് ട്രേഡ് സെന്റർ ഇടിച്ച് തകർത്തു. ഇങ്ങനെ നമ്മളാണെങ്കിൽ രക്തം ഒഴിച്ച് വീഴുന്നത്, കാലം മൂങ്ങി കിടക്കുന്നത്. ഇതൊക്കെ മീഡിയയിലാണ്. They won't give negatives in the media. They will project only the positives. കേരള പിറവിയോടനുബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, എപ്പോഴും നമ്മൾ പോസിറ്റീവ്സിനെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ശ്രമിക്കും. നമ്മുടെ നാടിനെ കുറിച്ച്, നമ്മളായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അഭിമാനത്തോടെ പറയാൻ പറ്റും. കുറവുകളുണ്ടോ, പോരായ്മകളുണ്ടോ, അതിനെക്കുറിച്ച് എല്ലാം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും. അത് പിന്നെ സംവാദത്തിലോ പറയേണ്ട വേദികളിലോ ഒക്കെ പറയാം. ഇങ്ങനെ കുറവുകൾ മാറ്റേണ്ടതാണ്. മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച്, നമ്മുടെ പഞ്ചായത്തെ കുറിച്ച്, നമ്മുടെ വീടിനെ കുറിച്ച് അനിറ്റ് നമ്മൾ ബോധമുള്ളവരാണ് അറിയാം. അതാണ് നമുക്ക് വേണ്ടത്. പഞ്ചായത്തിൽ പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് അഭിമാനപൂരിതമാകണം മന്ദിരംഗം. കേരളം എന്ന് കേട്ടാലോ കഴിയും. നമ്മുടെ ഉണ്ട്. നമ്മൾ അഭിമാനത്തോടു കൂടി ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കേരളത്തിൻ്റെ മക്കളാണെന്ന നിലയിൽ നമുക്ക് അഭിമാനപൂരിതമാകണം. എല്ലാവരും കേരള സാരി, വിശുദ്ധ സാരി എടുത്തു വന്നിരിക്കുന്നു. കേരളത്തിൻ്റെ മഹത്വം വളർത്താനായിട്ട് ശ്രദ്ധിക്കണം. ഒപ്പം രാഷ്ട്രീയ മേഖലകളിലേക്കൊക്കെ നമ്മൾ കടന്നു വരണം. സാമൂഹിക പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പേഴ്സണാണ്. ഒരു ടീച്ചർ സ്കൂളിൽ പോവാം, വീട്ടിലേക്ക് വരിക, അതെല്ലാം ടീച്ചർ നാടിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി തീരണം ആ ടീച്ചർ എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ ഒരു വ്യക്തിയായി, സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഇടപെടാതെ, മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ കിട്ടുന്ന ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പഠിപ്പിച്ച് പോകുന്ന ഒരു ടീച്ചറല്ല.
സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള, നാടിനെ വളർത്തുന്ന, നാടിനെ എന്തെങ്കിലും നല്ല ക്രിയേറ്റിവിറ്റി കൊടുക്കാൻ പറ്റുന്ന അധ്യാപകരായിട്ട് വരാനായിട്ട് ഈ കേരളം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇൻഫോർമേഷൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ടീച്ചർ പറഞ്ഞതുപോലെ 2 ബാച്ച് വരാണ്. നിങ്ങൾ പുതിയ ബാച്ചിൻ്റെ എല്ലാ സീനിയേഴ്സ് അവരെയും വെൽക്കം ചെയ്യണം, സ്വാഗതം ചെയ്യണം. ഏറ്റവും മനോഹരം 2 സൈഡിലാണ് ഇരിക്കുക. ഇത് തന്നെ കസാരകളുടെ എണ്ണം അനുസരിച്ച് ഇവിടെ 50 വേണം, ഇവിടെയും 50 കസാര ടീച്ചേഴ്സ് ഇരിക്കാനാണ്. അതിന് ബാക്കിൽ ഇന്ന് തന്നെ അറിയുന്നവരെയൊക്കെ നോക്കുക, എന്നൊരു മനോഹരമായി. അതുപോലെ തന്നെ നിങ്ങളെ പോലെ തന്നെ ഇവിടെ പഠിച്ചവരാണ് നിങ്ങളുടെ സീനിയേഴ്സ്. അതുകൊണ്ട് അവരൊരു നല്ലൊരു ബന്ധം ഉണ്ടാകാനായിട്ട് ശ്രമിക്കുക. ഗ്രാജുവലി നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടണം, നല്ലതാണ്. ഏത് ബാച്ചും നിങ്ങളും ഭംഗിയായിരിക്കും, അവരും ഭംഗിയായിരിക്കും. അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷൻസ് ഒരിക്കലും അവരായിട്ട് ഉണ്ടാക്കാൻ നമ്മൾ പാടില്ല. ഇത് നല്ല കുട്ടികളാണ്, നിങ്ങളും നല്ല കുട്ടികൾ, അവരും വളരട്ടെ, നമ്മളും വളരും. അതുകൊണ്ട് അൺനെസസറി ഇൻ്റർഫിയൻസ് ആവശ്യമില്ല. ക്ലിയറായോ? അവരവരുടെ ഓപ്ഷനിൽ അവരവരുടെ ക്ലാസ്സുകൾ ചെയ്യുക, നമ്മുടെ ക്ലാസ് നമ്മൾ നോക്കുക, അവരനുസരിച്ച് ക്ലാസ് ചെയ്യുക. ചുറ്റും ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ കോമൺ ആയിട്ട് ഭക്ഷണം കഴിക്കേണ്ടത് 3-ാം തീയതി മുതൽ സെമിനാർ ഹോളിലാണ്. നമ്മുടെ ഓപ്ഷനിലല്ല, അവരാണ് ഓപ്ഷനിൽ. അവർക്കായിരിക്കും പ്രിഫറൻസ് ഉണ്ടായിരിക്കും. കോമൺ ആയിട്ടൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അവർ ചെയർമാനായിരിക്കും ഇവിടെ അതിൻ്റെ പ്രസിഡൻഷ്യൽ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ അവർ പോകുമ്പോഴാണ് വീണ്ടും നമ്മൾ ആക്ട് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ആരാണ്? നമ്മളാണ്. എന്ത് പ്രവർത്തനം ഇനി അവർ പ്രാക്ടിക്കൽ എക്സാമിനേഷനൊക്കെ ഒരുങ്ങി അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാണ്. അതുകൊണ്ട് അവർക്കൊരു വേണമെങ്കിൽ കുറയ്ക്കരുത്. പക്ഷെ എന്തും ഓർഗനൈസ് ചെയ്യുന്ന ആരാണ്? നമ്മളാണെന്നുള്ളത് നല്ലൊരു ബന്ധം അവർ തമ്മിലുണ്ടാക്കുക, അവരെ കൺസൾട്ട് ചെയ്യുക. അതുപോലെ അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻസും ഉണ്ടാക്കിയെടുക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ മന്ത്ലി റിഫ്ലക്ഷൻ ചെയ്ത ഓപ്ഷൻ ആയിരുന്നു, നന്നായിരുന്നു അല്ലേ? നിങ്ങളെന്തൊക്കെയാണ് കൈയടിക്കാൻ വലിയ കുറവാണ് നിങ്ങളുടെ കാണുന്നത്. നന്നായിട്ടൊരു കാര്യം പറഞ്ഞാൽ അഭിനന്ദിക്കുക. ഉള്ളിയിൽ പാട്ടുകാർ പറയും ഉള്ളിയിൽ എന്ന് പറയും. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൈയടിക്കാൻ പറയാതെ കൈയ്യിൽ അതാണ് ഉള്ളിൽ നന്മയുള്ളവർ വിളിക്കുക വരുന്നത്. അതില്ലാത്തോളത്തോളം നമ്മൾ എന്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ കാര്യം ഏറ്റവും പ്രധാനമായിട്ട് എന്തെങ്കിലും കാര്യം നല്ലതെന്ന് പറഞ്ഞാൽ അതിനെ അഭിനന്ദിക്കാനായിട്ട് അത് മനസ്സ് അത് പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ടതല്ല, ഉള്ളിൽ വരണം. ഉള്ളിൽ വരുന്നെങ്കിൽ അർത്ഥം എവിടെയോ ബ്ലോക്ക് നിങ്ങളുടെ മനസ്സിൽ കുറ്റങ്ങൾ കാണുന്നവരാണ് നിങ്ങൾ അറിയാതെ പറയുന്ന ആൾക്കാരെ ജനിച്ചു. Am I right? Am I right? ഇനി കേരളത്തെ കുറിച്ച് പറയുമ്പോൾ കേരളത്തെ വളർത്തിയത് സ്ത്രീകളും കൂടിയാണ് അല്ലേ? ഇന്ദിരാഗാന്ധിയെ പോലും വലിയ വ്യക്തികൾ ഓർക്കുന്നു. വേൾഡ് കപ്പിൽ ഇന്നലെ ഓസ്ട്രേലിയയെ ചേസ് ചെയ്തുകൊണ്ട് വലിയൊരു നേട്ടം നമ്മുടെ വനിതകളെ കൈവരിച്ചു. എത്രയോ മനോഹരമായിരുന്നു അല്ലേ? ഇപ്പോൾ ഇന്ത്യ പറയേണ്ട ഒരു കാര്യമാണ്. അതായത് വനിതകളെ, കേരളത്തിലെ വനിതകളെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതും അവർ അഭിനന്ദിക്കേണ്ടതുമായിട്ടുള്ള ഒരു ദിവസമാണ്. ഫൈനലിൽ നമ്മൾ ജയിക്കുന്നത് വിചാരിക്കും, ആദ്യമായിട്ട് കപ്പെടുക്കുന്നു വിചാരിക്കുന്നു. ആരാണ് ശ്രീനു നമ്മുടെ ക്യാപ്റ്റൻ, ഇന്ത്യയുടെ ക്യാപ്റ്റൻ, വനിതാ ക്യാപ്റ്റൻ? ഒരാളുണ്ടാവില്ല. ഹർഷിയുടെ എന്താണ് ഗോപി, എന്താണ് രവിത, ഒക്കെ ദിവ്യ, ബോയ്സിലായിരിക്കും ഹർമൻപ്രീത് കൗർ. വെരി ഗുഡ് കേട്ടോ. നിങ്ങളെ പ്രക്കാരല്ല പത്രം വായിക്കാറില്ല. നമ്മുടെ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം നന്നായിരുന്നു അല്ലേ? ഇത് പോയവർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ഏത് കാര്യവും ശ്രദ്ധിക്കുക. നമ്മുടെ ടീം പോയി ആയാൽ പോലും പോറ്റിയിട്ടോ നോക്കൊന്ന് നോക്കുക. ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും തറച്ചുകൂടിയെന്നുള്ളിൽ മാറാനൊക്കെ പിടിച്ചിരിക്കുക. അപ്പോൾ ബന്ധപ്പെട്ട വ്യക്തികൾ ആരാണോ അത് ചെയ്യുന്നവരൊന്ന് നോക്കുക. ഒക്കെ നിറച്ച് കൂടി പിടിയിട്ടിരിക്കുന്ന സ്ഥലമല്ലാതെ അതൊക്കെ നോക്കി വൃത്തിയായിട്ട് കഴിയും. ഇങ്ങനെ ക്ലാസ് റൂമുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ദിവസങ്ങളൊക്കെ ഇന്നലെ ഞാൻ പോയിരുന്നു. വലിയ പ്രശ്നമില്ല, എങ്കിലും ചില ക്ലാസ് റൂമുകളൊന്നും വളരെ വേസ്റ്റുകളൊക്കെ അവിടെ എടുക്കുന്നു, വൃത്തിയില്ല.
ഡേറ്റ് ഇല്ല, ഡേറ്റ് കുറേ പല കാലത്തെ ഡേറ്റുകൾ എടുക്കുന്നവിടെ അങ്ങനെയൊക്കെ ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഓരോ ലീഡർമാരും അവരവരുടെ ക്ലാസ് റൂംസ് ഡേറ്റ് കൂടുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് പോകും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും കേരള പിറവിയുടെ 1000 ആശംസകൾ സ്നേഹത്തോടുകൂടി. താങ്ക് യു. പ്രിയപ്പെട്ട ചാക്കോച്ചിന് ഒരായിരം നന്ദി. ഇന്ന് ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ യൂണിറ്റിയെ കുറിച്ചിട്ട് നമ്മൾ ബോധവാന്മാരാകുന്നതിന് വേണ്ടിയിട്ട് ആചരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഒരു പ്രതിജ്ഞ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും വേദിയിൽ നിൽക്കുക. പ്രതിജ്ഞ പറയുന്നതിന് വേണ്ടി വേദിയെ സ്വാഗതം ചെയ്യുന്നു. I solemnly pledge that I dedicate myself to preserve the unity, integrity and security of the nation and also strive hard to spread this message among my fellow countrymen. I take this pledge in the spirit of unification of my country, which was made possible by the vision and action of Sardar Vallabhbhai Patel. I also solemnly resolve to make my own contribution to ensure internal security of my country. അടുത്തതായി നമ്മുടെ സാംസ്കാരിക പരിപാടികൾ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ പരിപാടികൾ ആസ്വദിക്കുന്നതിന് വേണ്ടി തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് നൃത്തലഹരി എന്ന പരിപാടിയാണ്. ഗോപിക ടീമിൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് ആദ്യമായിട്ട് സ്റ്റേജിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് GK ക്വസ്റ്റ്യൻസ് ആയാലോ? എല്ലാവരും റെഡിയാണോ? കേരളത്തിൻ്റെ ഇമ്പോർട്ടൻസ് അറിയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അപ്പോൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ആൻസർ അറിയുന്നവർ എണീറ്റ് നിൽക്കുക. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? എണീറ്റ് നിന്ന് ആൻസർ പറയുന്ന ആദ്യ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എണീറ്റ് പറയുന്നത് നമ്മുടെ അർഷിതയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ അറിയുന്ന ആൾ ആദ്യം എണീറ്റ് നിൽക്കുക. എണീറ്റ് നിൽക്കുന്ന ആൾ മാത്രം ആൻസർ പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏത്? കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏത്? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ഇപ്പൊ ആദ്യം പറഞ്ഞത് അരവിന്ദായിരിക്കും സമ്മാനം. അപ്പോ അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? അപ്പൊ അശ്വിനിയാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ കടൽ തീരം കുറവുള്ള ജില്ല ഏത്? കടൽ തീരം ഏറ്റവും കുറവുള്ള ജില്ല എണീറ്റ് അല്ല 14 ജില്ല പറയണേ. കറക്റ്റ് ആൻസർ എണീറ്റ് പറയണേ. പാലക്കാടല്ല. എണീറ്റ് നിന്നെങ്ങനെ നമ്മളോട് എല്ലാരും എല്ലാ ജില്ലയും പറയണം. കറക്റ്റ്
അപ്പോൾ ആൻസർ പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്, എല്ലാവർക്കും സമ്മാനം ഉണ്ടായിരിക്കും പരിപാടിയുടെ അവസാനം. ആര് ആൻസർ പറഞ്ഞെന്നുള്ളത് അവരവർക്ക് ഓർത്ത് വെച്ചോളൂ. ഇനി അടുത്തതായിട്ട് പരിപാടികൾ തുടങ്ങുന്നതുകൊണ്ട് നമ്മുടെ ആദ്യമായിട്ട് നൃത്തലഹരി എന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സ്വന്തം ഗോപിക്കാൻ ടീമിനെ സ്വാഗതം ചെയ്യുന്നു. ID card. Thank you.
പാടുന്നതിന് വേണ്ടി ഗോവിന്ദ ആന്റണിയെ സ്വാഗതം ചെയ്യുന്നു. ചെയ്യുന്നുണ്ടാവില്ലല്ലോ. നമുക്ക് ആവേശകരമായ ഒരു പാട്ട് സമ്മാനിച്ച നമ്മുടെ മലയാള ഭാഷയിലെ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി. അടുത്തതായി നമ്മുടെ കേരളത്തിന്റെ ചരിത്രം, സംസ്കാരം, പ്രാധാന്യം എല്ലാം വിളിച്ചോടുന്ന കേരളത്തിന്റെ പ്രാധാന്യം കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്ത് കേരളം എന്ന വീഡിയോ പ്രസന്റേഷനിലേക്ക് എല്ലാം ഒന്ന് നോക്കാം.
അടുത്തതായി പരിപാടിക്ക് ഒരു ഫീഡ്ബാക്ക് രേഖപ്പെടുത്തുന്നതിനായി ശ്രീവിദ്യ മിസ്സിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത്രയും ബഹുമാനപ്പെട്ട ചാക്കോച്ച, പ്രിയ സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളിന്ന് കേരളപ്പിറവി ആഘോഷിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷം. നവംബർ 1-ാം തീയതി എന്ന് പറഞ്ഞാൽ കേരളത്തിന് അഭിമാനവും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളുടെ ഒരു ദിവസമാണ്. ലോകത്തെമ്പാടുമുള്ള കേരളീയർക്ക് അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ്. കാരണം ഭാഷാടിസ്ഥാനത്തിൽ 1986 രൂപീകരിച്ച ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക്. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ കർണാടകവും പിറന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ അവർക്കും ആശംസകൾ നേരുന്നു. പിന്നെ ഇന്നത്തെ പരിപാടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നന്നായി, നല്ല കേരളത്തിൻ്റെ സാംസ്കാരികതയെ വിളിച്ചോതുന്ന തരത്തിലുള്ള പരിപാടികൾ തന്നെയായിരുന്നു. ആ നൃത്തമാണെങ്കിലും കാരണം ആദ്യം ഒരു മലയാള തനിമയോടുകൂടി തുടങ്ങി അതിൻ്റെ വെസ്റ്റേണൈസേഷൻ കൂടി കൊണ്ടുവന്ന് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്യുകയുണ്ടായത്. നമുക്കറിയാം സമയമൊക്കെ വളരെ കുറവാണ്, എന്നിരുന്നാൽ പോലും അതെല്ലാം അവർ ചെയ്യാൻ അവർക്ക് പറ്റി. വഞ്ചിപ്പാട്ടാണെങ്കിലും വളരെയധികം നല്ല ഒരു ജോഷുള്ളതായിരുന്നു. അതുപോലെ തന്നെ കേരളീയ കലകളെ കുറിച്ച് കാണിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മൾക്ക് എത്രയോ റിച്ചാണ്, നമ്മളുടെ എത്രയോ റിച്ചായിട്ടുള്ളൊരു കൾച്ചറാണ് നമുക്കുള്ളത് എന്ന് നമുക്ക് ഒരു പെട്ടെന്നൊരു റീക്യാപ്പ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയണമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുമ്പോഴാണെങ്കിൽ ഇൻസ്റ്റൻ്റ്ലി ആ ലൈറ്റ്സ് ഓഫ് ചെയ്യുക കേട്ടോ, ലൈറ്റ്സ് ഓഫ് ചെയ്യുക. പിന്നെ ബാക്കി കാര്യങ്ങൾ, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഉള്ള പരിപാടികളിൽ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഒരു കാര്യം എനിക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൃഥ്വിരാജ് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. നമുക്കൊരു സ്റ്റാർഡത്തിലേക്ക് എത്താൻ സുഖമാണ്, പക്ഷെ ആ സ്റ്റാർഡം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. നമുക്കൊരു പൊസിഷൻ കിട്ടുക എന്നുള്ളത് സുഖമാണ്, പക്ഷെ ആ പൊസിഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാർഗറ്റ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യം, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാക്ഷരത. തെറ്റായൊരു ആൻസറാണ്. മിസോറാമിനാണ് ഏറ്റവും കൂടുതൽ സാക്ഷരത ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണെന്ന് അറിയാമോ? 4ആണ്. അപ്പോൾ ഇനി നമ്മൾ പണ്ടത്തെ ഒരു ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഇനി ജീവിക്കരുത്. 2011 സെൻസസ് അനുസരിച്ചിട്ടാണ് കേരളത്തിൻ്റെ സമ്പൂർണ്ണ സാക്ഷരത നിലവിൽ വന്നത്. അന്ന് ഇവിടെ ഇരിക്കുന്ന പലർക്കും 5-6 വയസ്സേ കാണുള്ളൂ, അല്ലേ? അപ്പോൾ അന്നത്തെ ഡാറ്റ